ഏട്ടാ ചായ. എന്താ ഏട്ടാ, എന്നോട് ദേഷ്യാണോ? നീ എന്ത് പണിയാണ് അഞ്ജു ഇന്നലെ കാണിച്ചത്? ഞാൻ വേണോന്ന് വെച്ചിട്ട് ചെയ്തതല്ല ഏട്ടാ. ഏട്ടത്തി ഒറ്റയ്ക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാ. എന്തിനാണോ എന്തോ ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഒരാൾക്ക് നല്ല കാര്യം വേണമെന്ന് വെച്ച് ചെയ്താലും ദോഷമായിട്ടാണല്ലോ ഭഗവാനെ വരുന്നത്. സാരമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ. എന്നാലും ഏട്ടൻ വെറുതെ എങ്കിലും ചിന്തിച്ചു കാണില്ലേ ഞാൻ നിങ്ങളെ തമ്മിൽ അകറ്റാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്? അതൊന്നും അല്ല. ഏട്ടൻ എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. അതിൽ എന്റെ അടുത്ത് ഈ ചായ പോലും വാങ്ങി കുടിക്കാത്തത്. ഇപ്പൊ പ്രശ്നമില്ല. ഇല്ല. കുഞ്ഞമ്മയുടെ ഉണ്ടായിരുന്നോ? എന്താടി എനിക്ക് ഇവിടെ നിന്നൂടെ? അല്ല, ഇന്നലെ എല്ലാം കൊളമാക്കിയിട്ട് അച്ഛന് ചായ കൊണ്ട് വന്നേക്കുവാ. അത് ഞാൻ ഏട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ കേറി ഇടപെടണ്ട. അഞ്ജു കുഞ്ഞമ്മ, ദേവുവേ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ദൈവം എന്തു പറഞ്ഞു? ഇന്നലെ രാത്രി റൂമിൽ സംസാരിച്ചത് മറന്നോയോ? നീ ഇതെവിടെ പോണു? ഏട്ടത്തിയുടെ റൂമില്. എന്തിന്? ഏട്ടത്തി കൂട്ട് കിടക്കാൻ. അവിടെ ചേട്ടനും ആളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്തിനാ? അതിനെന്താ എനിക്ക് കൂട്ട് കിടന്നൂടെ? എടി ത്രിവേണി ഇല്ലാത്തതല്ലേ, ഏട്ടനും പിള്ളേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ആ റൂമിൽ കിടക്കാൻ. നീ ആയിട്ട് എന്തിനാടി അത് കൊളാക്കണേ? അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട. ഈ വീട്ടിൽ ഞാൻ മാത്രം പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ അവരെന്തിനാ ഒന്നിക്കുന്നത്? എടി നീ ഇവിടെ എങ്ങനെ കിടന്നേ? ഒരു നല്ല കാര്യം ചെയ്യാനും പോലും സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെയാണ് ഇവൾക്ക് നല്ല കാര്യം. പ്രകാശ വന്ന് കിടക്കാൻ നോക്കിയേ. നീ ഉറങ്ങിയില്ലേ? തൊഴിലും നന്നായാലേ ഉറങ്ങാൻ പറ്റൂ. എന്നാ ഞാൻ കിടക്കാം. അച്ഛാ, ഒരു കഥ പറഞ്ഞുതരോ? കഥയാ? പണ്ടേ ഒരു അച്ഛനും മോളുണ്ടായിരുന്നു. അതിൽ അച്ഛൻ കിടന്ന് ഉറങ്ങി. പ്രകാശ, ഞാൻ ഉറങ്ങി. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നോ? ഇല്ല. എടാ മക്കളെ, ഇവിടെ നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് അറ്റവും മൂലമൊക്കെ എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ പറയാ. ദേവു, ഉറക്കത്തിൽ എന്തെങ്കിലും കേട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞു നടക്കരുത് കേട്ടാ. അഞ്ജു കുഞ്ഞമ്മ, കുഞ്ഞമ്മ അവിടെ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. നീ പോടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അതിന്റെ ഇടയിൽ കയറി വന്നേക്കരുത്. ഇല്ലേട്ടാ, ഞാൻ വരൂല. പിള്ളേരെ നോക്കിയാ മതി. ദേ, അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, ഇനി ഒന്നും ഒപ്പിച്ചു വെക്കരുത്. ഞാൻ കേട്ട്. വാ. ഒന്നിപ്പിച്ചേരാം. രണ്ടിനും ഞാൻ ഒന്നിപ്പിച്ചേരാം.